നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം മറ്റൊരു വാർത്തയിലേക്ക്. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വൈസ് ചാൻസലറുടെ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്ത് അധികാരം ഉപയോഗിച്ചാണ്? സിൻഡിക്കേറ്റിന് മുകളിലാണ് വിസിയുടെ അധികാരം എന്നാണോ കരുതുന്നതെന്നും കോടതി. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഓഫീസർ മാത്രമാണെന്ന് സർവകലാശാലയും കോടതിയെ അറിയിച്ചു. മുജ്തബ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. മുജ്തബ, ഇപ്പോഴും വിസിയും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെയാണ് കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ കാണണം ഈ നിരീക്ഷണത്തെ? എന്താണ് കോടതി എന്ന് പറഞ്ഞത്? നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിശദമായ വാദത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ രജിസ്ട്രാർ ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകുകയും പിന്നീട് സിൻഡിക്കേറ്റ് തന്റെ തീരുമാനം മരവിപ്പിച്ചതിനെ തുടർന്ന് അന്ന് ആ ഹർജി പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ തർക്കം കലശലാവുകയും വലിയ വിവാദങ്ങളിലേക്ക് പിന്നീട് ഇത് മാറുകയും ഒക്കെ ചെയ്യുന്നത്. വിവാദങ്ങൾ ഒടുങ്ങാത്ത സാഹചര്യത്തിലാണ് തന്റെ ചുമതല നിർവഹിക്കാൻ വിസി അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് രജിസ്ട്രാർ വീണ്ടും കോടതിയെ സമീപിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കോടതി ഒരു അന്തിമ തീർപ്പുണ്ടാക്കണം. തന്നെ അനധികൃതമായി സസ്പെൻഡ് ചെയ്ത നടപടി സിൻഡിക്കേറ്റ് തന്നെ മരവിപ്പിച്ചതാണ്. അതിനുശേഷവും വിസി ഇത്തരം നിലപാട് തുടരുന്നു. അതുൾപ്പെടെയാണ് ഈ ഹർജിയിലെ പ്രധാന ആവശ്യം. ഇന്നിപ്പോൾ ഹർജി പരിഗണിച്ച സാഹചര്യത്തിലാണ് വിശദമായ ഒരു വാദത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിസി ചില കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിച്ചു. രജിസ്ട്രാർ ചില കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിച്ചു. അതിൽ വിസിക്ക് സ്വന്തം നിലയ്ക്ക് നടപടിയെടുക്കാൻ അധികാരമില്ല. നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് വിസി നടപടിയെടുത്താലും തൊട്ടടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ അത് റിപ്പോർട്ട് ചെയ്യണം. സിൻഡിക്കേറ്റാണ് പിന്നീട് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അത്തരം ഒരു യോഗത്തിൽ നിന്ന് വിസി ഇറങ്ങിപ്പോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. മാത്രമല്ല, വൈസ് ചാൻസലർക്ക് പരിമിതമായ അധികാരമേ ഉള്ളൂ. ഒരു ജനറൽ സൂപ്പർവിഷൻ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, ആവശ്യമായ അന്വേഷണം നടത്തി രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമാണ് അധികാരം. ഒരു നിയമനാധികാരി എന്നാണ് ഈ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ പറയുന്നത്. അത് സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് പുറത്താക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് രജിസ്ട്രാർ കോടതി അറിയിച്ചു. അപ്പോഴാണ് കോടതി ചില കാര്യങ്ങൾ ചോദിക്കുന്നത്. ടെർമിനേഷന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പുറത്താക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, സസ്പെൻഷൻ അധികാരം ആർക്കാണ് എന്നുകൂടി കോടതി ചോദിച്ചു. അങ്ങനെയാണ് സിൻഡിക്കേറ്റിന്റെ തന്നെ പവറിലാണ് ഈ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വരുന്നത് എന്ന് സ്റ്റാറ്റ്യൂട്ട് വായിച്ചുകൊണ്ട് രജിസ്ട്രാർ കോടതി അറിയിച്ചത്. അത് വാക്കാൽ നിരീക്ഷിച്ച് കോടതി ആ ഒരു വാദം ശരിവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ വാദം നടന്നത്. സർവകലാശാലയും വിസിയെ തള്ളുകയാണ്. സർവകലാശാല പറഞ്ഞത് സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ച് ആ വിഷയത്തിൽ ആ അധികാര പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഓഫീസർ മാത്രമാണ് വിസി. അതുകൊണ്ട് വിസിയുടെ നടപടി തെറ്റാണ്, സിൻഡിക്കേറ്റാണ് പരമാധികാരി എന്നാണ് സർവകലാശാലയും ശരി. ഏതായാലും കേരള സർവകലാശാല തർക്കത്തിൽ നിർണായകമായ ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. വിസിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. മുസ്തബയാണ് വിശദാംശങ്ങൾ നൽകിയത്.